പുതിയ ഡയറക്ടർ അയാൾ ആദ്യത്തെ സിനിമ എടുക്കണം. അയാൾക്കാണെങ്കിൽ അതിൽ ചെലവാക്കാൻ വലിയ പൈസ ഒന്നും കയ്യിലില്ല. അഭിനയിക്കാനാണെങ്കിൽ വലിയ വലിയ നടന്മാരും ഇല്ല. ആ ഡയറക്ടറുടെ പേര് അന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അറിയണമെന്നില്ല. പക്ഷെ ഇന്ന് സിനിമ കാണാത്തവർക്ക് പോലും അയാളെ പേരറിയാം. അതാണ് അയാളെ പവർ. അയാളെ പേരാണ് ദ വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റഫർ നോളൻ. അയാൾ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത് ഇറക്കിയ സിനിമയാണ് ദ ഫോളോയിങ്. 1998 ഈ സിനിമ ഇറങ്ങുന്നത് കേട്ടോ. ഈ സിനിമയുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഹോളിവുഡിൽ തന്നെ ഏറ്റവും ചെലവ് കുറച്ചുണ്ടാക്കിയ സിനിമയുടെ ലിസ്റ്റിലുള്ളതാണ് ഈ സിനിമ. ഇതിന്റെ വെറും ബഡ്ജറ്റ് എന്ന് വെച്ചാൽ $6000. $6000 എന്ന് പറയുമ്പോൾ 5 ലക്ഷം ഇന്ത്യൻ റുപ്പീസ്. പക്ഷെ ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ $1,26,000 എന്ന് വെച്ചാൽ ഇവിടുത്തെ 1 കോടിയിൽ മേലെ രൂപയാണ് ഈ 5 ലക്ഷത്തിന് ഉണ്ടാക്കിയ സിനിമയ്ക്ക് 1 കോടിയിൽ മേലെ അന്ന് പൈസ കിട്ടി. അത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വലിയ വലിയ നടന്മാരില്ല, വലിയ ഫേമസ് ഡയറക്ടർ അല്ല, ഒന്നുമല്ല. വെറും ഒരു ആളും അയാളെ കുറച്ച് ഫ്രണ്ട്സും. ഇതിൽ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ചിരിക്കാൻ ആരും പൈസ വാങ്ങിയിട്ടില്ല. കാരണം എല്ലാവരും ഇയാളെ ഫ്രണ്ട്സും പരിചയക്കാരുമായിട്ട് ആരും പൈസ വാങ്ങിയിട്ടില്ല. ഈ സിനിമ ആണെങ്കിൽ ഷൂട്ട് ചെയ്താണെങ്കിൽ വലിയ നാച്ചുറൽ ലൈറ്റിലാണ്. നോളന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വെച്ചാണ് ഈ സിനിമ അധികം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വലിയ പുറത്തുള്ള വലിയ വലിയ ലൊക്കേഷൻ ഒന്നും അല്ല. അയാളെ വീട്ടില് അയാളെ ഫ്രണ്ട്സിന്റെ വീട്ടിലും ഇതൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ. ഒറ്റൊരു ടേക്ക് എടുക്കുന്നതിന് മുന്നേ ഒരു 10 രൂപ പ്രാവശ്യം റിഹേഴ്സ് ചെയ്യും. കാരണം ഇവരിലാണെങ്കിൽ ഒരു ടേക്ക് എടുക്കാനുള്ള പൈസയേ ഉള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെ റിഹേഴ്സൽ എടുക്കും. കാരണം തെറ്റിപ്പോരുതല്ല. കാരണം ഒന്നോ രണ്ടോ ടേക്കിൽ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കണം അവസ്ഥയാണ്. അങ്ങനെ എടുത്തൊരു സിനിമ. ഇവരെല്ലാരും പണിക്കും ഇതിനൊക്കെ പോകുന്ന ആൾക്കാരാണ്ട് ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രമേ ഷൂട്ടിംഗ് ആണ്. ഇത് സിനിമ മൊത്തമായിട്ട് കംപ്ലീറ്റ് ഏകദേശം 1 കൊല്ലം എടുത്തിട്ടുണ്ട്. കാരണം ആഴ്ചയിൽ 1 ദിവസം ഷൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 4 ദിവസമൊക്കെ ഷൂട്ടിംഗ് കാണും. കാരണം എല്ലാവർക്കും അവരുടെ ഒരു ബിസിയാണ്, അവർക്ക് സക്സസ് ആവുന്ന ഒരു ഉറപ്പില്ല. ഇതിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരു തോക്ക് ഉപയോഗിക്കുന്ന ഒരു സീനുണ്ട്. പക്ഷെ നോൾ അതിനകരം തോക്കിനകരം ഹാമർ ആക്കി കഥ തിരുത്തി. കാരണം തോക്ക് അത് സെറ്റപ്പ് ആക്കാൻ പോലും അന്ന് അവരെല്ലാം ബഡ്ജറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അവരെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് സിനിമ പുറത്തിറക്കി. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല റെസ്പോൺസ്, നല്ല കിടില സിനിമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ നോളന്റെ ആദ്യത്തെ സിനിമ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹിറ്റ് ആയി. കാരണം 5 ലക്ഷം രൂപയ്ക്ക് എടുത്ത സിനിമയ്ക്ക് 1 കോടിയിൽ മേലാണ് ലാഭം. അപ്പൊ തന്നെ അതിനെ ആലോചിക്കേണ്ട ഒരു ലെവല്. അങ്ങനെ നോളൻ അയാളെ ഫസ്റ്റ് സിനിമ വെച്ച് പിന്നെ അങ്ങോട്ട് കയറി ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ വേണമെങ്കിൽ ചെയ്താൽ മതി. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഇതിനെ പറ്റിയുള്ള മെയിൻ റിവ്യൂലോട്ട് പോവാം. റിവ്യൂ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് നോളന്റെ സിനിമയാണ്. അപ്പൊ സാധാരണ ഒരു സിനിമ കാണുമ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. കുറച്ച് ഇങ്ങനെ കറങ്ങിയൊക്കെ നോക്കിയാലേ ഈ സിനിമ മനസ്സിലാവും. സംഭവം സിമ്പിൾ കഥ എങ്ങനെ ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ എടുക്കാം എന്ന് കാണിക്കണ സിനിമയാണ് ദ ഫോളോയിങ്. സംഭവം നേരെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായ കഥ. പക്ഷെ ഇത് ലാസ്റ്റ് എത്തിയാലേ നമുക്ക് ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ എത്തൂ. അത്രേ ഉള്ളൂ ഇതിന്റെ മെയിൻ പോയിന്റ്. അത് മാത്രമല്ല ഇത് മെയിൻ ആയിട്ട് നോൺ ലീനിയർ ടൈപ്പിലാണ് ഇതിന്റെ സ്റ്റോറി പോണത്. അപ്പൊ നോൺ ലീനിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇത് കറക്റ്റ് ഒരു ടൈമിലേക്ക് നേരെ പോകുന്നതായിരിക്കില്ല. ഓരോരോ സ്ഥലം സീന് ഫസ്റ്റ് കാണിക്കും, പിന്നെ ചിലപ്പോൾ ഫസ്റ്റത്തെ ലാസ്റ്റ് കാണിക്കും, ലാസ്റ്റത്തെ നടുക്ക് കാണിക്കും. അങ്ങനെയൊക്കെ പോകുന്നതാണ് ഈ നോൺ ലീനിയർ പാറ്റേൺ. അങ്ങനെയാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത്. ഈ സിനിമയുടെ ലെങ്ത് എന്ന് വെച്ചാൽ വെറും 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂർ നമുക്ക് നിർത്താതെ കാണാം, കണ്ടിന്യൂസ് ആയിട്ട്. കാരണം 1 മണിക്കൂർ തന്നെ ടൈം തന്നെ ഭയങ്കര കുറവാണ്. ഇപ്പൊ ഒരു നോർമൽ സീരീസിന്റെ എപ്പിസോഡിന് തന്നെ ചിലപ്പോൾ 1.5 മണിക്കൂർ 1 മണിക്കൂർ ഇതുണ്ട്, ലെങ്ത് ഉണ്ട്. അപ്പൊ ഇത് 1 മണിക്കൂറിൽ കാരണം പൈസ കുറവാണ് മെയിനായിട്ട് നോള എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കി കളയണ്ട. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കിഡില ഐറ്റമാണ്. കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നെ കണ്ടുവരുമ്പോ അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റും എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോറി ആയിട്ട് നല്ല സിങ്ക് ആയിപ്പോട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. ഇതിന്റെ മ്യൂസിക് ഒക്കെ നോളനും ഫ്രണ്ട്സാണ് ചെയ്ത. പക്ഷെ മ്യൂസിക്കും വിചാരിച്ചതിനെക്കാട്ടി നല്ലതാണ്. ഇതിൽ വെറും 3 ആൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഇതിലെ നടൻ ദ യങ് മാൻ എന്നാണ് നടനെ പറയുന്നത്. അയാളൊന്നും പൈസ ഒന്നും വാങ്ങാതെ അഭിനയിച്ചത്, വലിയ ഫേമസ് നടനൊന്നും അല്ല. പിന്നെ രണ്ടാമത്തെ ആള് പോബ്. അത് പോബ് എന്ന് പറയുന്ന അതിൽ അഭിനയിച്ച നടനാകെ ഒരു സിനിമ, ഈ സിനിമ മാത്രമേ ഉള്ളൂ തോന്നുന്നു, വേറെ സിനിമകളൊന്നും ഇല്ലാതൊന്നും അയാൾ. പിന്നെ ഒരു പെണ്ണം. ഇങ്ങനെ ഈ 3 ആൾക്കാരാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ക്രിസ്റ്റഫർ നോളൻ ഇതുവരെ ഇറക്കിയിട്ടുള്ള 12 സിനിമയാണ് ഇതുവരെ ഇറക്കിയിട്ടുള്ളത്. ആ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പിന്നെ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ എന്ന് വെച്ചാൽ ഫാക്ട്സ് ഇതൊക്കെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ വരും. ആ ബെല്ലൈക്കൺ വേണമെന്ന് പറയും. പിന്നെ ഇത് ലോ ബഡ്ജറ്റ് സിനിമയാണെന്ന് നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല. കാരണം അതിനുള്ള ഗ്യാപ്പ് ഒന്നും ഇവര് കൊടുക്കുന്നില്ല. ഇത് ലോ ബഡ്ജറ്റ് ആണെന്ന് നമുക്ക് തോന്നാനുള്ള ഒരു അവസരം ഇത് വരുന്നില്ല. കാരണം അതിന് എന്താണ് ആവശ്യം അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബേസിക് കഥ എന്താണെന്ന് വെച്ചാല് ഇതിലെ മെയിൻ നടൻ എന്ന് പറയുന്നത് ദ യങ് മാൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഒരു റൈറ്ററാണ്. അയാൾ ഡെയിലി ഓരോ ആൾക്കാരെ ഫോളോ ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ അവിടെ കൂടെ പോണ ആളെ അയാളങ്ങ് ഫോളോ ചെയ്യും. പിന്നെ ഫോളോ ചെയ്ത് പോകുമ്പോ ഒരു ദിവസം അയാളൊരു കള്ളനെ കാണും. എന്നിട്ട് അയാളെ ഫോളോ ചെയ്യുമ്പോൾ കള്ളന് മനസ്സിലാവും ഇയാളെ ഫോളോ ചെയ്യാനുണ്ട്. അപ്പൊ കള്ള ഇയാളെ അടുത്ത് പറയും നിങ്ങൾ എന്തിനാണ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടാളും പാർട്ട്ണറാവും. പാർട്ട്ണർ എന്ന് വെച്ചാല് ഈ നോവല് കഥ എഴുതുന്ന റൈറ്ററിനെ
ഇയാൾ എന്തൊക്കെയാണ് ഡെയിലി ചെയ്യണതെന്ന് അറിയാൻ വേണ്ടി ഇയാളൊപ്പം ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറും. അതിനുശേഷം നടക്കുന്നതാണ് കഥ. അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും സ്പോയിലർ ആക്കുന്നില്ല. ലാസ്റ്റിലോട്ടൊക്കെയാണ് ട്വിസ്റ്റ് വരണത്. അതൊന്നും പറയണ്ടാതെ നിങ്ങൾ കണ്ടു നോക്കുക, അല്ലെങ്കിൽ സ്പോയിലർ ആയിപ്പോ. കാരണം മേജർ ട്വിസ്റ്റ് ഒക്കെ ലാസ്റ്റിലോട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കും. 1 മണിക്കൂറോളം. അത് 1 മണിക്കൂറൊന്നും വലിയ സമയമൊന്നും അല്ല. 1 മണിക്കൂർ പോയി കണ്ടു നോക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ഫേവറേറ്റ് ക്രിസ്റ്റഫർ നോളന്റെ സിനിമ ഏതാണെന്ന് പറ്റുമെന്ന് കമന്റ് ചെയ്യണം. എന്റെ ഫേവറേറ്റ് ഇതുവരെ കണ്ടത് ഇന്റർസ്റ്റെല്ലർ ആണ് എന്റെ ഫേവറേറ്റ്. നിങ്ങൾ ഏതാണെന്ന് കമന്റ് ചെയ്യും. ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 9.3 ഇതിന് IMDb വേറെ 7.4 എങ്ങനെ റേറ്റിംഗ് ഉള്ളൂ. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയന് ഇത് ഞാൻ എന്റെ കണ്ടിരിക്കാൻ പറ്റുന്ന ഇഷ്ടത്തിന് കൊടുത്ത റേറ്റിംഗ് ആണ്. ചിലപ്പോൾ IMDb ടോപ്പ് റേറ്റിംഗ് ഉള്ള ഞാൻ ഇത്ര കൊടുക്കണമെന്നില്ല. പക്ഷെ ഇതിന് 9.3. ഇപ്പോഴത്തെ നോളന്റെ എല്ലാ സിനിമയ്ക്കും 9 മേലെ കൊടുക്കും. അത്ര കിടിലമാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ആക്ടിങ് കിടിലമാണ്. കാരണം വലിയ ഫേമസ് നടന്മാരൊന്നും അല്ല. ഇതിന് ഈ നോളന്റെ ഫ്രണ്ട്സ് ഒക്കെ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത ഒരു സിനിമ ആണെങ്കിൽ പോലും അവരൊക്കെ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെറ്റ് അഭിനയമാണ്. അത് അതിലെ ഫസ്റ്റ് യങ്മാനായിട്ട് അഭിനയിച്ചാൽ നോളന്റെ തന്നെ പല സിനിമയിലും വന്നിട്ടുണ്ട്. നോളന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇയാൾ ഒരു സിനിമയിൽ എടുത്ത ആളെ തന്നെ അയാൾ 5-6 സിനിമയിൽ എടുക്കും. കില്ലിയൻ മർഫിനെ നോക്കിയാൽ കാണാം. ഫസ്റ്റ് ബാറ്റ്മാനിൽ വന്ന്, പിന്നെ അങ്ങോട്ടേക്കുള്ള കുറെ സിനിമയിൽ കില്ലിയൻ മർഫി ഉണ്ട്. മാത്രമല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റഫർ നോളന്റെ 2ാമത്തെ സിനിമയായ മൊമന്റോന്റെ റിവ്യൂ ആണ്. മൊമന്റോ റിവ്യൂ മാത്രമല്ല, ഫസ്റ്റ് കുറച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങളും പറയും. അതിന്റെ റിവ്യൂ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പാറ്റേൺ പോകുന്നത്. എല്ലാ സിനിമയുടെ ഫസ്റ്റ് കുറച്ച് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടായിരിക്കും റിവ്യൂ പറയണം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ട്, നോളനെ പോലെ ഡയറക്ട് ചെയ്യാൻ നോളനെ മാത്രമേ പറ്റൂ. പക്ഷെ അതേപോലെ തന്നെ വേറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഡേവിഡ് ഫിഞ്ചർ ഒക്കെ ഉണ്ട്. എന്നാലും നോളനെ പോലെ ഡയറക്ട് ചെയ്യാൻ നോളനെ മാത്രമേ പറ്റൂ. അവരെ പോലെ ഡയറക്ട് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റൂ.